ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ടെലഗ്രാമിൽ എങ്ങനെ നമുക്ക് വോയിസ് ഫയലുകൾ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വോയിസ് റെക്കോർഡ് ചെയ്ത് സെൻഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല പറയുന്നത്, ഓൾറെഡി നമ്മുടെ ഫോണിലുള്ള വോയിസ് ഫയൽസ് എങ്ങനെ ടെലഗ്രാമിൽ സെൻഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ടെലഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏത് കോൺടാക്റ്റിലോട്ടാണോ നമുക്ക് വോയിസ് ഫയൽ സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ നമുക്ക് ഒരു ക്ലിപ്പ് പോലത്തെ ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ നമുക്ക് മ്യൂസിക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഫയൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇതിൽ നിന്ന് ഏത് വോയിസ് ഫയലാണോ നിങ്ങൾക്ക് അവർക്ക് സെൻഡ് ചെയ്യേണ്ടത് ആ ഒരു വോയിസ് ഫയൽ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു വോയിസ് ഫയൽ സെലക്ട് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴെ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വോയിസ് ഫയൽ അവർക്ക് സെൻഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ടെലഗ്രാമിൽ വോയിസ് ഫയൽസ് മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.